അഞ്ചു ഇത് കിളിമാനൂർ അല്ലേ? കിളിമാനൂരിൽ നിന്ന് കടൽ കാണാൻ പറ്റിയ സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും. അതൊക്കെ ഉണ്ടോ, ഒരു സ്ഥലമുണ്ട്. അഞ്ചു പോയാലോ നമുക്ക്? റിയാനെ സെറ്റല്ലേ, നമുക്ക് പോവാം. അവരോട് പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 31 കിലോമീറ്റർ ദൂരത്തും പുളിമാത്ത് പഞ്ചായത്തിലെ താളിക്കുഴിയിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്തുമാണ് കടൽകാണിപ്പാറ എന്ന വിസ്മയം. കിളിമാനൂരിൽ നിന്ന് വരുന്നവർക്ക് പൊരുന്തകം വഴിയും തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്ക് കാരേറ്റ് വഴിയും എത്താൻ സാധിക്കും. കടൽകാണിപ്പാറയുടെ പ്രത്യേകത എന്താണെന്നോ, മലയുടെ മുകളിൽ നിന്ന് കടൽ കാണാൻ പറ്റും എന്നത് തന്നെയാണ്. ഇങ്ങനെയുള്ള വ്യൂ പോയിന്റുകൾ വളരെ കുറവാണെന്ന് പറഞ്ഞേ പറ്റൂ. കടൽകാണിപ്പാറ കേരള ടൂറിസത്തിന്റെ ഭാഗമായി പുളിമാത്ത് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതേപോലെ നമ്മുടെ അടുത്ത് കിടക്കുന്നതും ആരും തിരിച്ചറിയാത്തതും മനോഹരമായ എത്രയെത്ര സ്ഥലങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് അല്ലേ. അറബിക്കടലിന്റെയും പശ്ചിമഘട്ടത്തിന്റെയും ദൃശ്യങ്ങൾ ഒറ്റ ഫ്രെയിമിൽ പകർത്താൻ കഴിയുന്ന ഒരു അപൂർവ ഇടം എന്ന് പറയാം. കടൽകാണിപ്പാറയിൽ നിന്ന് വർക്കലയിലേക്കും പൊന്മുടിയിലേക്കും തുല്യ ദൂരമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബൈനോക്കുലർ വെച്ച് നോക്കിയാൽ കടലും കപ്പൽ പോകുന്നതുമെല്ലാം കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇവിടെ വന്നാൽ പരസ്പരം തൊടാത്ത 6 പടുകൂറ്റൻ പാറകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് കടൽകാണിപ്പാറയുടെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. നമ്മൾ വൈകുന്നേരം 4 മണിയോട് കൂടിയാണ് എത്തിയത്. നമ്മൾ കടലൊന്നും കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. നല്ല രീതിയിൽ മേഘം ഉണ്ടായിരുന്നു, അതുകൊണ്ടാകാം എന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും നല്ലവണ്ണം സൺസെറ്റ് ആസ്വദിക്കാനും അതിന്റെ മനോഹര ദൃശ്യങ്ങൾ പകർത്താനും സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ അടുത്തിടെ ഇത്ര മനോഹരമായ സൺസെറ്റ് കണ്ട ഇടം വേറെ ഇല്ല എന്ന് തന്നെ പറയണം. ഇവിടുന്ന് സ്റ്റെപ്പ് കയറി 50 മീറ്റർ മാറിയിട്ട് കടലുകാണി മഹാശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. പരശുരാമൻ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സ്റ്റെപ്പ് കയറി ആദ്യം ചെല്ലുന്ന നേരത്തെ കണ്ട 6 പാറകളിൽ ഈ കാണുന്ന പാറയുടെ മുകളിലാണ്. എന്നേക്കാൾ റിയാനാണ് ആവേശമെന്ന് എനിക്ക് തോന്നി. അവൻ ശരിക്കും എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞേ പറ്റൂ. ഈ പാറയുടെ മുകളിൽ കയറി നിന്നാൽ വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ. നല്ല കാറ്റും സൺസെറ്റും ഒക്കെയായി. ഈ ഇടം ഒരുപാട് ഫിലിംസിനും ഡാൻസ് ടെലിവിഷൻ പ്രോഗ്രാമിനും വേദിയായിട്ടുള്ള സ്ഥലം കൂടിയാണ്. വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് റിലാക്സ് ആകുമെന്ന് പറഞ്ഞേക്കാം. അത്രയ്ക്ക് മനോഹരമായൊരു ദിവസമായി മാറി കേട്ടോ. ഒരു കാര്യം എടുത്തു പറഞ്ഞോട്ടെ, ഇത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലമായിരുന്നിട്ട് മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തന്നെയാണ് നമ്മളെ വരവേറ്റത്. അതേപോലെ കത്താത്ത വഴിവിളക്കുകളും കരിയിലകളും. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കേണ്ട സർക്കാർ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്ന് പറഞ്ഞു കൊള്ളട്ടെ. ഈ കാണുന്ന സർപ്പക്കാവിന്റെ ബാക്ക് സൈഡിൽ 2 ഗുഹകളുണ്ട്. ആദ്യത്തെ ഗുഹ ആകാശമൊക്കെ കാണാമെങ്കിലും രണ്ടാമത്തെ ഗുഹ പാറയുടെ ഉള്ളിലൂടെയാണ്. ഇതെല്ലാം ഇപ്പൊ അടച്ചേക്കുകയാണ്. പാറയിൽ നിന്ന് 50 അടി താഴ്ച ഗുഹാക്ഷേത്രം. കൊടും കാടായിരുന്ന സമയത്ത് ഗുഹയ്ക്ക് ഉള്ളിലൂടെ വേണമായിരുന്നു ക്ഷേത്രത്തിനുള്ളിലെത്താൻ. ഒരുപാട് റിസ്ക് ഉള്ളതിനാലും ആളുകൾ ഇതിൽ പെട്ടുപോകും എന്നതും കൊണ്ടായിരിക്കാം ഗുഹ അടയ്ക്കാൻ കാരണം. ഇനി ക്ഷേത്രത്തിലേക്ക് വന്നാൽ പാറ തുറന്ന് സ്ഥിതി ചെയ്യുന്നതിനാൽ നല്ല കുളിർമയാണ് ഇവിടെ നിൽക്കാൻ. നിങ്ങളിൽ പലരും കണ്ടിട്ടില്ലാത്ത ക്ഷേത്രത്തിന് പിറകിലെ കവാടം ഇപ്പോൾ കല്ലുകൊണ്ട് അടച്ചു വെച്ചേക്കുകയാണ്. ഈ കാണുന്ന 2 പാറകൾ വെച്ചാണ് ഗുഹയിൽ നിന്ന് ക്ഷേത്രത്തിലേക്കുള്ള വഴി അടച്ചു വെച്ചേക്കുന്നത്. ഇപ്പൊ ക്ഷേത്രത്തിലേക്ക് വരാൻ ടാറിട്ട റോഡ്, മുന്നിലൂടെ വഴികളും ഒക്കെ ഉണ്ട്. ഈ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം സംരക്ഷിക്കാൻ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം. എല്ലാവരോടും സ്നേഹം മാത്രം. സീ യു ബൈ.